ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ ഷേപ്പാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഒരു എൻജോയ് പോത്തോസ് വെക്കുന്നതാണ്. അതായത് പോത്തോസ് എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് നടുന്ന വീഡിയോ ആണ് കാണിച്ചിരുന്നത്. തുടച്ചെടുക്കട്ടെ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയായിരുന്നു. അതിൻ്റെ മോൾ ഭാഗം ഞാൻ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഒരു മണി പ്ലാന്റ്, അതായത് എൻജോയ് മണി പ്ലാന്റ്, ആ മണി പ്ലാന്റിൻ്റെ പേര് എൻജോയ് മണി പ്ലാന്റ് എന്നാണ്. ആ മണി പ്ലാന്റാണ് ഞാൻ ഈ കുപ്പിയിൽ ഈ ബോട്ടിൽ വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കുപ്പികൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇതുപോലത്തെ കുപ്പികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മണി പ്ലാന്റുകൾ, വെറൈറ്റികളായിട്ടുള്ള മണി പ്ലാന്റുകൾ നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ വെക്കാം. ഇതാ കണ്ടോ, നോക്കൂ നിങ്ങൾ, കണ്ടോ? ഇതിൻ്റെ മോൾ ഭാഗം മാത്രം ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല. ഈ കുപ്പിയുടെ കുറച്ച് മോൾ ഭാഗം മാത്രം, ഒരു ഷേപ്പായിട്ട് കിട്ടാൻ മാത്രമുള്ളത് മാത്രം ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുള്ളൂ മോൾ ഭാഗം. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഇത് കണ്ടോ, കുപ്പി മുറിച്ചെടുത്ത് അങ്ങനെ കണ്ടോ. ഇനി നമുക്കിതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണിടാം, നമുക്ക് നടാനുള്ള മണ്ണിടാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മണ്ണിടാം. ഇത്രയും ഭാഗം നമ്മൾ മണ്ണിട്ടു, കണ്ടോ? മണ്ണിട്ടു, മുറിച്ചെടുത്തിട്ട് ഇത്രയും ഭാഗം നമ്മൾ മണ്ണിട്ടു. ഇനി ഞാനിതിനകത്തേക്ക് കൊണ്ട് നടാൻ വെച്ചിരിക്കുന്ന ചെടി ഇതാണ്. അതായത് മണി പ്ലാന്റ് ആണ്. ഇത് വേറൊരു തരം മണി പ്ലാന്റ് ആണ്. ഞാൻ ഇതുവരെ കാണിച്ചു തന്ന മണി പ്ലാന്റ് അല്ല അത്. ഇത് ആ മണി പ്ലാന്റിനേക്കാളൊക്കെ വ്യത്യാസമുള്ള ഒരു മണി പ്ലാന്റ് ആണിത്, കണ്ടോ? ഈ മണി പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് നടണം, കണ്ടോ? ഞാനൊരു കൊച്ചു ചെറിയ ചെറിയ പീസുകളായിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ എടുത്തു, കണ്ടോ? ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ആ മണി പ്ലാന്റ് നമുക്ക് ഇതാ, ഈ മണി പ്ലാന്റിന് കണ്ടോ, ഈ മണി പ്ലാന്റ് നമ്മുടെ ആദ്യം ഞാൻ കാണിച്ചു തന്ന മണി പ്ലാന്റ് അല്ല ഇത്. ഇത് വേറൊരു തരം വെറൈറ്റി ആണിത്, കണ്ടോ? ആ മണി പ്ലാന്റിന് നമ്മൾ ഇതിനകത്ത് വയ്ക്കാൻ പോകണം. മണി പ്ലാന്റിന് മണി പ്ലാന്റ് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിത് മറ്റ് കൊച്ചു തണ്ടുകളായിട്ട്, അപ്പം നമ്മൾ കത്രിക കൊണ്ട് നമ്മളിത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്, കണ്ടോ? അതിനി നമ്മൾ ഇതിനകത്ത് നടാൻ പോവാണ്, ഇതിനകത്ത് വെക്കാൻ പോകണം കേട്ടോ. മണി പ്ലാന്റുകൾ തന്നെ 10-12 വെറൈറ്റികളുണ്ട്. അതിലൊരു മണി പ്ലാന്റാണ് എൻജോയ് മണി പ്ലാന്റ്. ഇത്രയും പോകുന്ന കഷ്ണങ്ങളെ വേണ്ടു. നമ്മൾ കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി, അത് കറക്റ്റായിട്ട് പിടിച്ചോളും. മണി പ്ലാന്റിന് അധികം ഇത് വേറൊന്നും വേണ്ട, നീളം വേണ്ട. കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചാലും അത് പിടിച്ചോളും. അതങ്ങനെയാണ് അതിൻ്റെ ഇത്. കട്ട് ചെയ്ത് കൊച്ചു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്ത് മണ്ണ്. ഇതിൽ മണ്ണിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, അതിൽ വെള്ളത്തിലായാലും നന്നായിട്ട് പിടിക്കും. മണി പ്ലാന്റിന് മണ്ണായാലും വെള്ളമായാലും കുഴപ്പമില്ല. വെള്ളത്തിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളൊന്നും വെള്ളത്തിൽ മുട്ടിക്കിടക്കാൻ പാടില്ല. ഇലകൾ വെള്ളത്തിൽ മുട്ടിക്കിടന്നാൽ ഇലകൾ ചീയും, അപ്പോൾ ചെടി ചീത്താവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ വയ്ക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ വെള്ളത്തിലാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഒരിക്കലും ആ ഇലകൾ, തണ്ടിനോട് ചേർന്നിട്ടുള്ള ഇലകളൊക്കെ കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഇതിൻ്റെ വേര് വല്ലാണ്ട് അങ്ങോട്ട് മണ്ണിലേക്ക് താഴ്ത്തി വെക്കണമെന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് അടിയിലേക്ക് വേറെ ഇറങ്ങി അത് പിടിച്ചോളും. നോക്കൂ, അപ്പോൾ അതാ കണ്ട നമ്മുടെ മണി പ്ലാന്റ് കണ്ട. അപ്പം നമ്മൾ ഇതാ എൻജോയ് പോത്തോസ് നമ്മുടെ ആ പ്ലാസ്റ്റിക് മുറിച്ചെടുത്ത പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മളിത് വെച്ചു, നട്ടു. അപ്പം നമ്മുടെ മണി പ്ലാന്റ് റെഡി. കണ്ടോ, നോക്കിയേ, കണ്ടോ? ഇത്ര പണിയുള്ളൂ. ഇത് നമ്മുടെ റൂമിലോ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കാം. കാരണം അത്രയ്ക്ക് നല്ല ഇതാണ്, ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണിത്, കണ്ടോ? നോക്കിയേ.
അപ്പം നമ്മൾ വെറുതെ കളയണ ബോട്ടിലാണ്. വെറുതെ ഒന്ന് എടുത്ത് കത്തറി കൊണ്ട് മുറിച്ച് അതിനകത്ത് ഒരു 4 കുഞ്ഞി കഷ്ണം മണി പ്ലാന്റ് എടുത്ത് വെച്ചു. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്ത്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് ഞാൻ ഓട്ടയൊന്നും ഇട്ടിട്ടില്ല. കാരണം വെള്ളം നമുക്ക് താഴത്തോട്ടൊന്നും പോകണ്ട. വെള്ളം ഉണ്ടായാലും ഇതിനൊരു കുഴപ്പമില്ല. വെള്ളത്തിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഓട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ താഴത്തേക്ക് പോന്നിട്ട് നമ്മുടെ റൂമുകളൊക്കെ വൃത്തിയാക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ആവശ്യമില്ല. വെറുതെ നമ്മൾ മുറിച്ചെടുക്കുക. ഇത് ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്തു. നമുക്ക് എങ്ങനെയുള്ള ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് നമുക്ക് ഏത് വക ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു ഷേപ്പ് കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് എടുത്തുണ്ടാക്കാം. ഇനി ഇതിന് കുറച്ച് ഭംഗി കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല കളറ് പെയിന്റുകൾ അടിച്ചു കൊടുത്താൽ ഇതൊന്നും കൂടി. ഞാനിപ്പോൾ ഇതിന് പെയിന്റ് അടിച്ചു കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുമോനുള്ള കാരണം ഈ പെയിന്റിൻ്റെ മണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവന് പറ്റില്ല. അത് കാരണം ഞാൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ പെയിന്റ് അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. ഇതിന് നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിലോ സിറ്റ് ഔട്ടിലോ നമ്മുടെ ബെഡ്റൂമിലോ ഒക്കെ വയ്ക്കാൻ പറ്റും. ഇതിന് നല്ല ഓക്സിജൻ തരുന്ന ചെടിയാണ്. വീടിനകത്ത് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ചെടിയാണിത്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് വയ്ക്കാം. ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ ഈ ചെടികൾ അവരുടെ കയ്യെത്തുന്ന ദൂരത്തിലൊന്നും വയ്ക്കരുത്. നല്ല ഉയരത്തിൽ വയ്ക്കണം. കാരണം ഇതിനൊരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് കുട്ടികൾ കഴിക്കാൻ ഇടവരരുത്. അങ്ങനെ ഒരു കുഴപ്പം മാത്രമുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. ഞാൻ എൻ്റെ കൊച്ചുമോനെ നോക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അത് കാരണം അവനിടയ്ക്ക് വന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ചെടികളുടെ വീഡിയോ ചെയ്തിരുന്നില്ല. ടൂറ് പോണതും പിന്നെ പാട്ടുകളൊക്കെ ഇട്ടിരുന്നത്. ഇപ്പം ഞാൻ വീണ്ടും ചെടികളുടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മണി പ്ലാന്റിൻ്റെ ഡെക്കറേഷനാണ്. കത്രിക ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കത്തി ചൂടാക്കിയിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കുക. പെട്ടെന്ന് മുറിഞ്ഞോളും. കത്തി ചൂടാകുമ്പോൾ പ്ലാസ്റ്റിക് അല്ലേ, പെട്ടെന്ന് ഉരുകിയിട്ട് ആ ഷേപ്പ് നിങ്ങൾ കൊടുത്തിട്ട് മുറിച്ചെടുത്താലും മതി. ഇത് മുറിക്കണ കത്രിക ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അടുപ്പിൽ കത്തി ചൂടാക്കിയിട്ടും ഇത് ഇങ്ങനെ ചെയ്യാം. കണ്ട? ഓക്കെ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.